അതെ 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 കൈ സൂപ്പർ ആയിട്ട് ഗ്രിൽഡ് ആയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ലൈൻസ് കണ്ടോ, ഓരോ റൗണ്ട്സ് കണ്ടോ, ഇത് ഈ എണ്ണി നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു മരത്തിന്റെ എത്ര വർഷം പഴക്കമുള്ള മരമാണെന്ന്. പാത്രം കൊണ്ടുപോകാൻ ചെയ്ത് കഴിയുന്നു. എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് കുക്ക് ചെയ്യുക, കഴിക്കുക, ഒരേ രീതി തന്നെ. ഭയങ്കര ബോറടി. അപ്പൊ ഞങ്ങൾ കരുതി ഇന്ന് നമുക്ക് വെളിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് വല്ലതും കഴിക്കാൻ, ഗ്രില്ലും എല്ലാം ചെയ്യാൻ കരുതി. അങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് താണ്ട് വന്നേക്കുന്നു മഴ. അതെ, വെളിയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴയല്ല, ചാറ്റമഴയാണ്. മഴയുണ്ട്. അപ്പൊ ഇനി 2 ദിവസത്തേക്ക് മഴയാ. ഞങ്ങൾ കരുതി എന്ത് ചെയ്യാ, അപ്പൊ പ്രിപ്പറേഷൻസ് എല്ലാം അകത്ത് വെച്ച് ചെയ്തിട്ട് മൊത്തം കാര്യം വെളി വെച്ച് ചെയ്യാന്നായിരുന്നു പ്ലാൻ. അപ്പൊ മഴ ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കരുതി പ്രിപ്പറേഷൻസ് എല്ലാം അകത്ത് വെച്ച് ചെയ്തിട്ട് വെളിയിൽ നമ്മുടെ കാർ പോർച്ചുണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് വെളിയിൽ ഇരുന്ന് കഴിക്കാന്ന് കരുതി. കാരണം ഇപ്പൊ അങ്ങോട്ട് ഇരുട്ടാവത്തില്ലല്ലോ, ഇപ്പൊ തന്നെ രാത്രി 9:30 ആയിട്ടുണ്ട്. അപ്പൊ ഡിന്നറിന് നമ്മൾ ചോറും കാര്യങ്ങളൊന്നും അല്ല കഴിക്കുന്നത്, അതായത് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താണ്, ചിക്കൻ ഗ്രില്ല് ചെയ്യാം, പിന്നെ ചിക്കൻ ബർഗർ ഉണ്ടാക്കാം, അതെ, പിന്നെ സോസേജ് ഉണ്ട്, പിന്നെ ഏവയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കോൺ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് കോൺ എപ്പോഴും ഇവിടെ കിട്ടത്തില്ല. ഫ്രഷ് കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോളം, ഫുള്ളായിട്ടുള്ള ചോളം. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടുള്ള വരുന്നത്. സമ്മറിൽ കിട്ടാറുണ്ട്. സമ്മറിൽ കിട്ടാറുണ്ട്, പക്ഷെ അതിന്റെ സമയമായില്ല. ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് പുഴുങ്ങിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവള് കഴിക്കും. അപ്പൊ അത് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഡേ കെയറിൽ വെച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങി. എന്നിട്ട് പറയും ഏവൻ നല്ലോണം ഉറങ്ങിയായിരുന്നു ഇന്ന്. അതൊന്നും പറയുന്നൊന്നുമില്ല, ഭയങ്കര നാണിച്ചിരിക്കുക, ക്ഷീണമാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ നേരം അവിടെ വെളിയിൽ കിടന്ന് കളിയായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു പകല് മുഴുവനെ. പിന്നെ ഇങ്ങോട്ട് വന്നത് നടന്നു വന്നത്. ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ട്. അപ്പൊ ഉറങ്ങാനുള്ളതാന്ന് തോന്നുന്നു. ഒരുപാടൊന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മള് പറഞ്ഞെന്തായിരുന്നു, പറയുന്ന കാര്യം പിന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ. പ്രായമായി. അതെ, വിനോദ് മുട്ട അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. വിനോദാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങ് പൊങ്ങിയിരിക്കുക. എല്ലാരും പറഞ്ഞു 10 വയസ്സ് കുറഞ്ഞു, ചിലര് പറഞ്ഞു 20 വയസ്സ് കുറഞ്ഞു. കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. അടിപൊളി ലുക്കല്ലേ ഇപ്പൊ. കുറച്ച് പ്രായമൊക്കെ കുറഞ്ഞെന്നും പറഞ്ഞപ്പോ എനിക്ക് പ്രായമായി ഒരു 35 വയസ്സാകാൻ പോകുന്നു. അപ്പൊ പിന്നെ പ്രായമല്ലേ. നമുക്ക് ഫ്രഷ് ചോളമില്ല, പാക്കറ്റ് ഒരു ചോളമാണ്. അത് നമുക്ക് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്യാം. ഏവയ്ക്ക് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതെല്ലാം കഴിക്കാം. ഇവിടെ ഒരാളെ കിടന്ന് കഷ്ടപ്പെടുവാണ്. ഇത് ഇല്ലാനും മൂവൊക്കെ ചിരിക്കുന്നൊന്നുമില്ല. എന്താ പോലെ നിന്റെ ഫാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അലക്കം എടുത്തിട്ട്. ശരി, അച്ഛൻ നല്ലോണം കിട്ടുവരാ. അതെ, ഊരാദ്യോ കെട്ടായിരിക്കും. ഹലോ മിസ്റ്റർ പെരേര, ഈ കോട്ടൊക്കെ ഉറങ്ങുമ്പോ ഇടുന്നതാണ് ഏവ. അപ്പൊ എന്തായാലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളിയിൽ പോയിട്ട് ഗ്രില്ല് ചെയ്യാം. വെളിയിൽ ചെറിയൊരു തണുപ്പുണ്ടല്ലോ, മഴയാ, അപ്പോഴത്തേക്ക് കുഞ്ഞ് ഇട്ടോട്ടെന്ന്. അത് മാത്രമല്ല, വെളിയിൽ ഇപ്പൊ ഇഷ്ടംപോലെ മൊസ്കിറ്റോസും ഉണ്ട്. കൊതു ശരിക്കും കൊത്തും. അപ്പം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, അല്ലെ കൈകളെല്ലാം കൊതു കുത്തും. അതെ, നോക്ക് കെട്ടിയില്ല കേട്ടോ, ഒന്ന് കെട്ടി കൊടുക്കച്ചേ. അത് പറ്റത്തില്ല. ചിക്കൻ മാരിനേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ചിക്കൻ തൈയാണ് ഇത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തൈയാണ്. തൈയെങ്കിൽ തൈ പോയ കാവടി. സലികുമാറിന്റെ ഡയലോഗ് അല്ലേ, ഏത് മൂവിലായിരുന്നു? കല്യാണരാമൻ. തൈയെങ്കിൽ തൈ എന്ന് പറയുന്നത് ഞങ്ങള് തൈയാ കഴിക്കുന്നത്. അപ്പൊ തൈ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. പിന്നെ എന്താണ്, ചിക്കന്റെ തന്നെയാണ് നമ്മള് ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ബീഫാണ് ഏറ്റവും നല്ലത്, പക്ഷെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ബീഫും പോർക്കൊക്കെ ഒഴിവാക്കിയേക്കാണ്. ചിക്കനാണ് ഇപ്പൊ കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ചിക്കന്റെ തന്നെ നമുക്ക് എന്താണ് ബർഗറും പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസോ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാം എന്നാണ് കരുതുന്നത്. പിന്നെ സോസേജ് ഉണ്ട്, ഏവയ്ക്ക് സോസേജ് ഇഷ്ടമാണ്. സോസേജ് വേണമെങ്കിൽ സോസേജ് ഗ്രില്ല് ചെയ്യാം. ഇതില് എന്തെങ്കിലുമൊക്കെ 2-3 ഓപ്ഷൻ ഉണ്ട്, എല്ലാം ചെയ്യാം. ചിക്കനകത്ത് നമ്മുടെ നാട്ടിലെ മസാലകൾ, ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയും, ഇനി ബാക്കിയെല്ലാം ഇടണം. മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, ഇത്രേ ഉള്ളൂ. പിന്നെ ലൈം വേണമെങ്കിൽ ഒഴിക്കാം. അതെ, എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഗ്രില്ല് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഏവക്കൂട്ടം പാടിയ പാട്ട് ഏതാണെന്നറിയാവോ? മറ്റേ 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല PP തരാം, ആ പാട്ടില്ലേ, അത് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അതാണ് പറയുന്നത് ഓടി 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 മുത്തം തന്നാട്ടേന്ന്. പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിക്ക്. അപ്പം ഏതെങ്കിലും ഒരു പാട്ട് അറ്റവും മൂലയൊക്കെ കേട്ടാൽ മതി, എന്നിട്ട് അത് അവളുടെ രീതിയിൽ അവളുടെ സ്റ്റൈലിലൊക്കെ അങ്ങ് പാടും. അപ്പൊ അതെ, നമ്മുടെ ചിക്കൻ എല്ലാം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബർഗർ പാറ്റി ഉണ്ടാക്കാം. അപ്പൊ അതെ, ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേഷൻ ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാരിനേഷൻ ആണ്. കുറച്ച് ഉപ്പും
കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് മാത്രമാണ് ഉള്ളത്. പിന്നെ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ബോളാക്കിയിട്ട് പാറ്റി ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഉപ്പിടാം. ഏവക്കുട്ടനെല്ലാം എഴുന്നേറ്റ് നോക്കുകയാണ്. എന്ത് ചെയ്താലും അപ്പ് കാണണം, അതാണ്. ഇവിടെ രണ്ടുപേർക്ക് നിക്കാനും പറ്റത്തില്ല, ഒരാൾക്ക് നിന്ന് ചെയ്യാനും ഒക്കത്തുള്ളൂ. വീഡിയോ എടുക്കണം. കണ്ടോ എന്തൊക്കെയാ ഇട്ടത്? പിന്നെ ഇഞ്ചി ഇട്ടോ? പിന്നെ ഉടുപ്പ് നല്ലോണം ഇട്. കഴുത്തൊന്ന് കയറ്റി ഇട്. ഹാഫ് ഷോൾഡർ ആണോ? ഫാഷനാണോ? ചൂടല്ലേ? കുരുമുളകാണ്. അതിനാണ് കുരുമുളകിനെയാണ് കുറുമസാല എന്ന് കുഞ്ഞു പറയുന്നത്. ഓക്കെ, ഉപ്പ്. ഓക്കെ, കുറുമസാല ഉപ്പു. എനിക്കും കൂടെ തെറ്റിപ്പോന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഗ്രില്ലിങ്ങിനുള്ള സോസേജ്, പിന്നെ ബർഗറിന് വേണ്ടിയിട്ടുള്ള പാറ്റി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ഉണ്ട് കേട്ടോ, അതെ ബട്ടർ ഇതും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം തുടങ്ങിയാലോ? ഇവിടെ ഇഷ്ടം പോലെ കൊതുകുണ്ട്, അതിന് വേണ്ടിട്ട് നമ്മൾ വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഗുഡ് നൈറ്റ് പോലെ തന്നെയാണ് ഈ സംഭവം. കാരണം ഇതിന്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്. ഇതായത് കണ്ടോ, ഞാനത് ഊരി കാണിക്കാം. സോ ഇത് ബേസിക്കലി വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് ഗുഡ് നൈറ്റ് പോലൊരു സാധനമാണ്. അത് നമ്മൾ ഇതിൽ വെക്കും. ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ അത്. ആയിരുന്നോ, ഞാൻ ബാറ്ററി ഞാനിതൊരു നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് കറണ്ട് കുത്തിയിടുവോ? അല്ലല്ലോ, കറണ്ട് അല്ല, ഈ ഗ്യാസ് വഴിയാ കത്തുന്നത്. ഓക്കെ, ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റർ പോലൊരു സാധനമുണ്ട് ഇതിനകത്ത്. അതായത് കണ്ടോ, അത് വർക്ക് ആവുമ്പോഴാന്ന് തോന്നുന്നല്ലേ. ഇതിന്റെ അവിടെ പിന്നെന്തോ ഒരു കോയിലും വെച്ചിട്ടുണ്ട്. കോയിലുണ്ട്. അതായത് നമ്മുടെ ഈ പഴയ ഗുഡ് നൈറ്റിന്റെ ഒക്കെ അതേപോലെ തന്നെ സംഭവം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇതുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളൊക്കെ ഉള്ള സമയത്ത്, നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. സാധാ ഗുഡ് നൈറ്റ് ഒക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഗുഡ് നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാന്നുള്ളതാണ്. അതെ, ഇപ്പൊ ഇവിടെ ഉള്ള ഇഷ്ടം പോലെ പറമ്പിലെല്ലാം മോസ്കിറ്റോ ഉണ്ട്. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാൽ ഇത് കൈ പിടിച്ചോണ്ട് പോവാം. പാർട്ടിയിൽ പോയാലും കളിക്കാൻ പോയാലും എവിടെങ്കിലും ഔട്ട്ഡോർ ഗ്രില്ലിങ്ങിന് പോയാലും എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കൊതുകും വരത്തില്ല. അതായത് നമ്മുടെ കുറച്ച് ഏരിയ ഉണ്ട്. അതെ, ഇതിന് 2 മീറ്ററോ 3 മീറ്ററോ 3 മീറ്ററാണോ 5 മീറ്ററാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഡിസ്റ്റൻസിലോട്ട് കൊതുക് വരത്തില്ല. ഫുള്ള് വരത്തില്ല എന്നല്ല, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തോട്ട് കൊതുക് വരത്തില്ല. അതെ, പക്ഷെ വിൻഡാണെങ്കിലും മാത്രം ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. വിൻഡാകുമ്പോഴും ഓക്കെ ആണ്, എന്നാലും വിൻഡാകുമ്പോഴത്തേക്ക് ഈ പുകയുണ്ടല്ലോ പല ഭാഗത്തോട്ട് പോകും. അത്രേ ഉള്ളൂ. ഇപ്പൊ വിൻഡൊന്നും ഇല്ല. അതെ, ഇപ്പൊ നല്ല ചെറിയൊരു ചാറ്റം മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു വെതർ, വലിയ തണുപ്പും ഇല്ല. അപ്പൊ അതെന്തായാലും ഓണാക്കി വെച്ചേര്. കൊതുക് അത് പെട്ടെന്നാ തീരുന്നേ. ഇപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് മാത്രമാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ പകൽ സമയത്തൊന്നും വേണ്ട, നല്ല സൺലൈറ്റ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഇതിന്റെ. അതെ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. തീ പോലെ ഇടയ്ക്കാണ് കാണാം. എന്താ പറഞ്ഞ കിളി പോയോ? അതെ, കുഞ്ഞു പറയുന്ന ആ ഇത് കണ്ടോ, ആ പൊത്തിനകത്ത് കിളിയുണ്ട്, കിളിയുടെ മുട്ടയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കാരണം കിളി ഇങ്ങോട്ട് വരുന്നില്ല, വന്നിട്ട് വേഗം അങ്ങ് പോയി. അതാ കുഞ്ഞു പറയുന്നത്. തണുക്കുന്നുണ്ടോ കൂട്ടന്? ഇല്ല, ഓക്കെ, അതിട്ടോണ്ട് തണുക്കുന്നില്ല. അപ്പൊ അച്ഛയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എടുക്കാനായിട്ട് അകത്തോട്ട് കയറിപ്പോയതാണ്. എന്താ എടുക്കാൻ പോയത് അച്ഛൻ? ഗ്ലൗസ് എടുക്കാൻ പോയതാ. ഓക്കെ, നമ്മളെപ്പോഴും ഒന്നും ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റു നാട്ടുകാരും കാണും, മനസ്സിലായോ? ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സും കോളീഗ്സും അവരും ഇവരും ഒക്കെ കാണുന്ന വീഡിയോ ആണ്. അപ്പൊ അവർ തന്നെ ചിന്തിക്കും ഇവരെന്തുകൊണ്ടാണ് ഇവരാരും അങ്ങനെ ചെയ്യാറ്. അതെ, ഇന്ത്യക്കാര് കൈയിട്ടാണ് കഴിക്കുന്നതെന്നും അല്ലെ ഇന്ത്യക്കാർ ഇങ്ങനെ വളരെ വൃത്തിഹീനമായിട്ട് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഈ ഫുഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, പല നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. റീച്ചിനും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ പോയിട്ട് അവരെങ്ങനെയാണ് ഏറ്റവും മോശമായിട്ട് ചെയ്യുന്നത് അതെല്ലാം പബ്ലിക്കായിട്ട് വീഡിയോ എടുത്ത്, കാരണം അവർക്ക് അതിൽ നിന്ന് നല്ല റീച്ച് കിട്ടും. മോശമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ ആൾക്കാർ കമന്റ് ചെയ്യാനും ചീത്ത പറയാനും, അപ്പൊ അവർക്ക് ശരിക്കും റീച്ച് കിട്ടും. ഈ വീഡിയോ പല നാടുകളിലും ചെല്ലുന്നതാണ്. അപ്പൊ നമ്മുടെ നാടിനാണ് മോശമായിട്ട് വരുന്നത്. നമ്മൾ പബ്ലിക് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ നേരത്തെ കൈയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുകയും നമ്മൾ വീട്ടിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പുറത്തൊരിടത്ത് പോകുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്ലൗസ് അല്ലെ ഫോർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സ്പൂണും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫുഡ് കഴിക്കുക. ഈയിടെ ഒരു ദിവസം കണ്ടില്ല ട്രെയിനിൽ, അപ്പം എന്തോരം വരുന്നതൊക്കെ
നമ്മുടെ നാടിനാണ് അതൊരു മോശപ്പേര്. അപ്പം ബാക്കിയുള്ളവരെന്താണ് കരുതുന്നത് നമ്മളെല്ലാരും ഇത്തരക്കാരാണ്, മനസ്സിലായി, രണ്ടുപേരുടെ തെറ്റ് കാരണം ബാക്കി എല്ലാവർക്കും പേര് ദോഷം കേൾക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, ഗ്ലൗസ് ഇടുന്നതും അതെ എല്ലാ കാര്യങ്ങളും ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നതും. മനസ്സിലായില്ലേ, ഈ കൂടുതൽ ഈ നോർത്ത് ഇന്ത്യക്കാരാണ് ഇങ്ങനെ വളരെ 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 മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം അവര് പോവുക, ഇപ്പൊ ആരെങ്കിലും പാനിപ്പൂരി ഉണ്ടാക്കുന്നിടത്ത് പോവുക, അവിടുത്തെ എല്ലാം വൃത്തികേടായിട്ട് കാണിക്കാം. അവർക്ക് ശരിക്കും റീച്ച് കിട്ടും. ചിലപ്പോ 1 മില്യണോ കയറേണ്ട എടുത്ത് 10 മില്യൺ കാണും, അതിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കും. പക്ഷെ അവര് കരുതുന്നില്ല ഈ 10 മില്യൺ വീഡിയോസ് കാണുന്നത് നമ്മുടെ നാട്ടുകാരും മാത്രമല്ല പുറത്തുള്ള വിദേശികളും പല രാജ്യക്കാരും കാണുന്നതാണ്. അപ്പൊ അവർക്കെല്ലാവർക്കും എന്താണ് നമ്മുടെ നാടിനോട് ഭയങ്കര ഒരു മോശം മതിപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കുക അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഇതൊക്കെ കാരണം ഒരുപാട് പേര് കാണുന്നതാണ്. ഇവിടെ ഉള്ളവര് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ കാണും, പല ആൾക്കാരും കാണും, നമുക്ക് അറിയാത്ത. ഇങ്ങനെയാണോ ചെയ്യാറുള്ളത് മനസ്സിലായോ? അതെ, ഇവര് കാണുന്നത് പല വീഡിയോ കണ്ടിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, അവിടെ അങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് ഞങ്ങള് സൗത്ത് ഇന്ത്യക്കാരാണ്, ഞങ്ങള് മലയാളികളാണെന്നാ പറയുന്നത്. മലയാളീസാണ്, നമുക്കൊരു പ്രൗഡാണ് കേരളത്തെ കുറിച്ച് പറയാൻ. അതെ, കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെ നിന്നുള്ളവരാണ്, എങ്ങനെയുള്ളവരാണ്. നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കും കേരളം ഇങ്ങനെയാണ്, കേരളം അങ്ങനെയാണ് ഒന്ന് നമ്മൾ പ്രത്യേകം പറയും. നാളാണെന്നുണ്ടെങ്കിൽ ഏവക്കുട്ടൻ ഇതുപോലെ ഫോർക്ക് വെച്ച് തിന്നുന്നുണ്ട്. ഒരെണ്ണത്തിനകത്ത് കമന്റ് വന്നു, ഇത്ര കുഞ്ഞിലെ കുഞ്ഞിന് സ്പൂണും ഫോർക്കും ഒക്കെ വെച്ചാണോ കഴിക്കുന്നതെന്ന് കമന്റ് വന്നു. അത് ബാഡായിട്ട് വന്ന എല്ലാ ആൾക്കാർക്കും ഒരു ആശ്ചര്യമാണ് ഈ കൊച്ചു കുഞ്ഞ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. കാരണം ഇവിടെ ഇത് ഡേ കെയറിൽ കുഞ്ഞിലെ പഠിപ്പിക്കുന്നതാണ് ഇതിൽ കഴിക്കാനും, ഫോർക്ക് വെച്ച് സ്പൂൺ വെച്ച് കൈകൊണ്ട് കഴിക്കുക എന്നുള്ള വളരെ മോശം ഒരു കാര്യമാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കുഞ്ഞിലെ തന്നെ സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അത് തന്നെയാണ് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ വെച്ച് കൈകൊണ്ട് കഴിക്കുമ്പം ഏവക്കൂട്ടൻ അത് അനുകരിക്കാൻ നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അവളുടെ മുന്നിൽ വെച്ച്. അപ്പം അതൊക്കെയാണ് കാരണം കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണല്ലോ പഠിക്കുന്നത്. വേറൊരു നാട്ടിൽ വന്നിട്ട് നാട്ടിലാണോ ജീവിക്കുന്ന ആ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അവരുടെ കൾച്ചറുമായിട്ട് നമ്മൾ അതെ അത് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കത് പുറത്ത് പോയി താമസിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതെ, ആ നാട്ടിലെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. ദുബായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ കൺട്രിയിൽ പോകുമ്പോൾ അവർക്ക് നോമ്പുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്ത് പോയി ആഹാരം ഒന്നും കഴിക്കത്തില്ല. അതേപോലെയാണ് എല്ലാ കൺട്രിയിലും ഓരോരോ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. എന്നാലേ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പലതിലും. അപ്പൊ ഇത് ചൂടായോ? അതെ, നമ്മുടെ ഗ്രില്ലൊക്കെ ചൂടായിട്ടുണ്ട്. ഇതാ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ സമയമാണെന്നുണ്ടെങ്കിൽ 9:45 അപ്പം നല്ല വെളിച്ചമാണ്, കണ്ടില്ലേ? ഇപ്പൊ രാത്രി നമുക്ക് ഇരുട്ടാവാറില്ല. ഏകദേശം 2 മണിക്കൂർ വെയിലില്ലെന്നേ ഉള്ളു. കാരണം ഇന്നുണ്ടല്ലോ, ഇന്ന് റെയിനാണ്. റെയിൻ ആകുമ്പോ എല്ലായിടത്തും ക്ലൗഡ്സ് എല്ലാം ഫോം ആവത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ. മഴമേഘങ്ങൾ കാരണം എല്ലാം അടഞ്ഞു പോകും. അപ്പൊ ഇന്ന് മഴമേഘങ്ങളാണ് മൊത്തം, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇരുണ്ട് മൂടി ഇങ്ങനെ കിടക്കാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം വെട്ടമാണ്. അതെ, അപ്പൊ ഞങ്ങളും കരുതി ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. അപ്പൊ എല്ലാരും കരുതി ഇതൊക്കെ അത്ര വലിയ സംഭവമാണോ? ഇതത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അല്ലേ, ചെറിയ വെറൈറ്റി. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഗ്രില്ലുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് എപ്പോഴും സമയമൊന്നും കിട്ടത്തില്ല, നല്ല വെതർ വരത്തില്ല. വിന്റർ സമയത്ത് നമുക്ക് ഭയങ്കര പഴമാണ് ഇത് ഉപയോഗിക്കാൻ, ഈ ഗ്യാസിന്റെ ഇത് വെച്ചിട്ട്. കാരണം നമ്മൾ ഒരിക്കലും വിന്റർ സമയത്ത് ഇതിങ്ങനെ ഉപയോഗിക്കാറില്ല. അകത്ത് വെച്ച് ഒരിക്കലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഗ്യാസിന്റെ കാര്യങ്ങൾ എല്ലാം ഇലക്ട്രിക് സാധനങ്ങളാണ്. പിന്നെ നമ്മൾ വിന്ററിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുഡ് വെച്ചിട്ടുള്ള തീ കത്തിക്കാം. നല്ല രീതിയിൽ തീ വരുമ്പോഴത്തേക്ക് നമുക്ക് തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ഇത് സമ്മറിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, എപ്പോഴും ഉപയോഗിക്കത്തില്ല. ചില സമയങ്ങളിൽ ഫ്രണ്ട്സ് വരുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സമ്മറിൽ ഒരു 2-3 മാസത്തിന്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം ഇത് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉദ്ദേശിക്കുന്ന ഫാമിലി ടൈം. ഇപ്പൊ നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഫാമിലി ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലല്ലേ, അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും വീട്ടിലുള്ള ആരൊക്കെയാണോ എല്ലാവരും ചേർന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നും ഒരുപോലെ പോകാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നത്, ചിക്കൻ ഉണ്ടാക്കുന്നത്, മീൻ ഉണ്ടാക്കുന്നത്, ഇറച്ചി ഉണ്ടാക്കുന്നത് എല്ലാം അടുക്കളയിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ, ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു. വളരെ ചുരുക്കം ആൾക്കാരെ എല്ലാരും കൂടെ പുറത്തിരുന്ന് അച്ഛനും അമ്മയും മക്കളും മക്കളും എല്ലാരുമായിട്ടിരുന്ന് പുറത്തിരുന്ന് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അതൊരു സന്തോഷമാണ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം, ചെയ്യാത്തവരും ഉണ്ടാകാം. എനിക്കിഷ്ടമാണ്. കാരണം ഫാമിലി ടൈം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഏവക്കുട്ടന്. അതായത് ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത് പേരൻസും ഒക്കെ അടുത്തുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ,
അവർക്ക് ഭയങ്കരമായിട്ട് അത് ഓർത്തിരിക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ലൊരു മെമ്മറി എനിക്കും എല്ലാവരും ഉള്ളതാണ്. പക്ഷെ ഒരു നല്ലൊരു മെമ്മറി നമ്മുടെ ഫാമിലി ഒത്തുള്ളൊരു മെമ്മറി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ ഒരു കാലം അങ്ങനെ ആയിരുന്നു. ആ ഒരു കാലഘട്ടം, അതായത് കഷ്ടപ്പാടും ദുരിതവും, മനസ്സിലായില്ലേ? ആർക്കും അതേപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മളിപ്പോ ആലോചിക്കാറുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു ടൈം ഇല്ലാതായി പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മളുള്ള കാലത്തോളം അവൾക്ക് വേണ്ടി അവളുടെ കൂടെ ഒപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. ചെറിയ കാര്യമാണ്, വലിയ സന്തോഷമാണ്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേ ഉള്ളൂ. അവള് വലുതാകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണും, നമ്മൾ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ അവൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പ്രിഫർ ചെയ്തൊരു കാര്യമാണിത്, എല്ലാവരും ചെയ്യണം. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് വേണ്ടി, അതെ, എല്ലാവരുടെയും മൈൻഡ് റീഫ്രഷ് ആവാനും. എന്നും ഒരേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ പുറത്തൊക്കെ ചെയ്യണം. എല്ലാവർക്കും എപ്പോഴും സമയം കാണണമെന്നില്ല. ഉള്ള സമയത്ത് ചെറിയ ചെറിയ എല്ലാരും ഒന്നിച്ച് ചിക്കൻ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എന്താണോ ഉള്ളത് ഉണ്ടാക്കുന്നത് നമുക്ക് വെളിയിൽ വെച്ച് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകും ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ചെറിയ രീതിയിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ വിനോദാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബട്ടർ ഇടാൻ പോവാണ്. നമ്മളിപ്പോ ഒനിയൻ ഉണ്ടല്ലോ, നമുക്ക് ബർഗറിൽ തരാം. ഈ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ളി നമ്മൾ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അതായത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ? ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഫ്രൈ അല്ല, കടിക്കുമ്പോ ഇങ്ങനെ ക്രഞ്ചി ആയിരിക്കും, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടും. ഏവയ്ക്ക് കൊടുക്കട്ടെ, ഇവിടെ ബഹളമാണ്. ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബട്ടർ ഇടുക, എന്നിട്ട് ഒനിയൻ ഇടുക, എന്നിട്ട് തീ മാക്സിമം കൂട്ടി വെക്കുക. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വഴന്നും കിട്ടും. അതിനെന്താണ് കാരമലൈസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ്. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമാണ് അത്. മഴ ശക്തിയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ. എന്താ കൂട്ടാ, എന്തോ കഴിക്കുന്നേ? പറ, എന്തുവാന്ന്? ബട്ടറാണോ? ഇഷ്ടമാണോ ബട്ടർ? എങ്കിൽ തിന്ന് കാണിച്ച്. എങ്ങനെയുണ്ട് ബട്ടർ? സൂപ്പറാണോ? ഓക്കെ. അപ്പൊ എന്തായാലും അതവിടെ ഒരു നാവട്ടെ. ഇത് കണ്ടോ, നമ്മുടെ അന്ന് വാങ്ങിച്ചോണ്ടുവന്ന ചെടി കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ വലുതായിരുന്നേ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഇത് വെച്ചിരുന്നത്. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഇതിന്റെ തണ്ട് ഒടിഞ്ഞു പോയി കേട്ടോ. വിനോദാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ തണ്ടങ്ങ് അറിയാതെ ഒടിഞ്ഞു പോയി. അതെ. അപ്പൊ പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വുഡേലാണ് ഇതിങ്ങനെ നമ്മൾ ഞങ്ങളത് പുതിയ വുഡും കൊണ്ടുവന്നേപ്പോണ്ട്. ഒരു വുഡ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ വെക്കാനായിട്ട്. ഞങ്ങൾ പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചൊന്നുമല്ല, ഞങ്ങൾ അന്നയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവരിവിടെ കങ്കോട്ട് തന്നെയാണ്. ചോദിച്ചോണ്ടെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ മരവും കാടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിച്ചോണ്ടെ ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അതെ, ഞങ്ങൾ കരുതി ഒരെണ്ണം ഇവിടെയും വെക്കുക, ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലും വെക്കാം, അങ്ങനെ രണ്ട് സൈഡിൽ വെക്കാന്ന് കരുതി. ഇത് കുറച്ച് ഹെവിയാണ്. ഇത് പക്ഷെ ഉണങ്ങി, നല്ലോണം ഉണങ്ങി. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമ്മുടെ ഈ മരക്കഷ്ണം കണ്ടോ, ഇത് 1.5 വർഷമായി. അതുകൊണ്ട് നല്ലോണം ഉണങ്ങി ഇത് ആയിട്ടിരിക്കുക. ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഹെവിയാണ്. ഇത് പൊക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അത്യാവശ്യം നല്ല ഹെവി തന്നെയാണ്. അതെ 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 അതെ, നല്ല അടിപൊളി കനമുള്ള തടിയാണ്. പക്ഷെ ഇതിന് ഒരു സ്റ്റോറി ഉണ്ട്. ഞങ്ങള് അത് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയട്ടെ, ഇത് ഈ കാണുന്ന ഈ ലൈൻസ് കണ്ടോ, ഓരോ റൗണ്ട്സ് കണ്ടോ, ഇത് ഈ എണ്ണി നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു മരത്തിന്റെ എത്ര വർഷം പഴക്കമുള്ള മരമാണെന്ന്. നല്ല മണം വരുന്നുണ്ടേ, കണ്ടോ? ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്, കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നു ചെറുതായിട്ട്. പാത്രം ഇച്ചിരി ചെറുതാ. പാത്രം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു എന്താ പറയുന്നേ, ഇതിലുള്ളതാണത്. നമ്മൾ വേറെ എക്സ്ട്രാ പാത്രം വെച്ചില്ല. അപ്പുറത്ത് നമുക്ക് ഇങ്ങനെ തീ വെച്ചിട്ട് പാത്രം വെച്ച് ചെയ്യാറുള്ളതുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ചെയ്തില്ല. അതായത് നമ്മളിപ്പോ സൂപ്പോ എന്തെങ്കിലും ഒക്കെ നമ്മുടെ കുക്കറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അതെ, ഇതിൽ വെക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് ഇതിലിട്ട് ദോശക്കല്ല് പോലെ ഇരിക്കും, ചെറിയ ദോശക്കല്ല് പരന്നെ. എന്താ ഇവിടെ ഇരുന്ന് ഇതെല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ ഇങ്ങനെ നമ്മൾ തീ കൂട്ടി വെച്ചേക്കണം. അപ്പൊ ഒരു കരിഞ്ഞ ഒരു ഫ്ലേവറും കൂടെ വരണമല്ലോ, നല്ല സ്മോക്കി ഫ്ലേവർ വരണമെങ്കിൽ തീ കൂട്ടി തന്നെ വെക്കണം. ഇങ്ങനെ ആവട്ടെ. മഴ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നാട്ടിലെ പോലത്തെ മഴ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇറയത്തും ഇങ്ങനെ ഇറയൊന്നും ഇല്ലല്ലോ. അതായത് ഇറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പാത്തി. ഇവിടെ പാത്തി വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാനൊക്കത്തില്ല. അപ്പൊ മഴ പെയ്യുന്ന നമുക്ക് അറിയത്തില്ല ശരിക്കും. ഇപ്പൊ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ വെളിയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതിലേക്കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് പോലെ ഇങ്ങനെ ഇറയത്ത് കഴിഞ്ഞ് ഇങ്ങനെ മഴവെള്ളം വീഴുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഒന്നും ഇല്ല.
നന്നായിട്ട് അറിയാൻ പറ്റും. അതെ, ഇപ്പൊ പുതിയ പുതിയ വീടുകളൊക്കെ വെക്കുന്നിടത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. സൈഡിൽ കൂടെ അങ്ങനെ അധികം വെള്ളം വീഴത്തില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത് നല്ലോണം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ മഴ പെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ജസ്റ്റ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളതല്ലാതെ അത്രയ്ക്ക് നേരിട്ട് കാണുമ്പോഴും അങ്ങോട്ട് മനസ്സിലാകത്തില്ല മഴ പെയ്യുവാന്ന്. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു ഇത്. നാട്ടിലെ മഴയുടെ ഒരു ഫീൽ ഒന്നും ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ ചാറ്റമഴ പെയ്താലും അറിയാൻ പറ്റും, നല്ല രീതിയിൽ അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ഇത്രയും നല്ല ശക്തിയിൽ മഴ പെയ്തിട്ട് പോലും അറിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ചിലപ്പോ നമ്മുടെ നാട്ടിൽ വീഴുന്ന വെള്ളത്തിന്റെ ആ ഡ്രോപ്സിന്റെ തിക്നെസ്സും ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും. എനിക്കത് എക്സാക്ട്ലി എങ്ങനെ പറഞ്ഞു തരണം അറിയത്തില്ല. എനിക്ക് ആ ഒരു ഫീൽ ഇതുവരെയും കിട്ടിയിട്ടില്ല നാട്ടിലെ. മനസ്സിലാകത്തില്ല, ആ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ മഴയുടെ. അല്ലേ, വെളിയിൽ ഇറങ്ങുമ്പോൾ നനയും, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ഒരു അങ്ങോട്ട് കാണുമ്പോ ഒരു ഭംഗി അങ്ങോട്ട് തോന്നത്തില്ല മഴയ്ക്ക്. പിന്നെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെ ഓടും കൂടാ. ആ ഓടിൽ ഇങ്ങനെ വന്ന് മഴവെള്ളം വീഴുന്ന സൗണ്ട് അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് വാർത്ത വീടുകളിൽ അധികം അങ്ങനെ സൗണ്ട് കേൾക്കാറില്ല നമ്മുടെ നാട്ടില്. പക്ഷെ ഇവിടുത്തെ വീടുകളിലൊക്കെ ഒന്നും, ഇവിടെ വാർപ്പുള്ള വീടുകളൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ വീടുകൾ ഇവിടെ വാർപ്പുള്ള വീടുകൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിന്ററിൽ സ്നോ ഒക്കെ വീണിട്ട് ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടായിരിക്കാം, എവിടെങ്കിലും വാർത്ത വീടുകൾ ഉണ്ടായിരിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ്, റൂഫ് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള റൂഫുകളാണ്. ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ സ്നോ വീഴേണ്ടതാണ്, അത് താഴോട്ട് വീഴേണ്ടതാണ്. അപ്പം ഇവര് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് പോലത്തെ ഒരു സാധനം തന്നെയാണ് റൂഫുകളിലെല്ലാം. നല്ല രീതിയിൽ ഇൻസുലേഷൻ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ആ ഷീറ്റിൽ ഇങ്ങനെ വെള്ളം വീഴുന്നത് ശക്തിയായിട്ട് കേൾക്കാൻ പറ്റും. അതെ, ഇവിടുത്തെ വീടുകളൊക്കെ വേറെ സ്റ്റൈലാണ്. നമ്മുടെ നാടുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലെല്ലാം കോൺക്രീറ്റ് വീടുകളല്ലേ ഏറ്റവും കൂടുതൽ. ഇവിടെ അങ്ങനെയല്ലോ. ഞങ്ങളപ്പോ ഇത് ചെയ്യുമ്പോ ഏവക്കൂട്ടം എന്തായത് കണ്ടോ, മഴ നനയുവാണേ. നൈസായിട്ട് വെളിയിൽ ഇറങ്ങി അതിൽ വെള്ളമൊക്കെ കോരിയിട്ട് വെള്ളത്തിൽ കളിക്കുക. അപ്പൊ ഇതായിട്ടുണ്ടോ? പുള്ളി ഒരുമാതിരി റെഡിയായി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്ക്, പാത്രം എടുത്തോണ്ട് വന്നാലും മതി. വെറുതെ എന്തായാലും തരുന്നതല്ലേ. ഞാൻ എന്താ ഈ ബൂട്ടിട്ടേക്കെന്ന് അറിയാമോ? ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ടിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ വാക്സിനൊക്കെ എടുത്തിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ബൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബൂട്ടിട്ടുണ്ട് നടക്കുന്നത്. ആ, വെള്ളമുണ്ടോ? ആ, ഇതില് വെള്ളമുണ്ടെന്ന് കേട്ടോ. വെള്ളമൊക്കെ എടുത്തോണ്ടാ ഏവക്കൂട്ടം നടക്കുന്നത്. അച്ഛൻ പാത്രം കൊണ്ടുപോകാൻ ചെയ്ത് കഴിയുന്നു അതാണ്ടൊക്കെ പറയുന്നുണ്ട്. മണ്ണുണ്ട്, വെള്ളം ഉണ്ടെന്നൊക്കെയാ പറയുന്നത് കേട്ടോ എല്ലാരും. പറഞ്ഞു ഏവക്കൂട്ടം പറഞ്ഞു. ഏവക്കൂട്ടനെ കാണുന്നുണ്ടായിരുന്നു. ഉള്ളി ഇങ്ങനെ വഴന്നു വരുന്ന മണം അടിപൊളിയാണ്. ഈ വഴന്ന ഉള്ളി തിന്നാൻ പ്രത്യേക ടേസ്റ്റുമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണിക്കകത്തൊക്കെ ഇടാനായിട്ട് വറുത്തെടുക്കുന്ന ഉള്ളി. എന്തൊരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോ വറുത്താലും പകുതി നമ്മൾ വാരിക്കുന്നു. ആദ്യം തന്നെ ബിരിയാണിക്കകത്ത് ഇടുന്നതിന് മുന്നേ ഇതിങ്ങനെ വെച്ചിട്ട് എടുക്കട്ടെ. കണ്ടോ, ഒരു തുള്ളി പോലും കൊതുകില്ലേ. കൊതു കുത്തുന്നതേ ഇല്ല നമ്മളെ. യെസ്, ഇനി നമുക്ക് ബർഗർ പാറ്റി ഉണ്ടാക്കാം. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇട്ടിട്ട് 4 വെക്കാൻ സ്ഥലമില്ല. 4 വെക്കാൻ സ്ഥലമുണ്ട്. കൈയൊക്കെ പോലെ ഇതിനുള്ളിലൊക്കെ കഴിക്കുന്നു. വെള്ളം കോരിയോ ഏവാ? കോരിയോ? കളിച്ചോ കേട്ടോ. ചൂട് ബർഗറൊക്കെ കഴിച്ചിട്ട് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങാം. ചിക്കൻ അങ്ങനെ പിന്നെ ബീഫിന്റെ പോലെ ചുരുങ്ങത്തില്ലെന്ന് തോന്നുന്നു. ബീഫ് ആണോ? ഓക്കെ. ബീഫിന്റെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ചുരുങ്ങി ഇങ്ങനെ ചെറുതായി പോകാറുണ്ട്. വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. മേ ബി ആയിരിക്കും. കാരണം നമ്മളൊരു വലിയ ബർഗർ പാറ്റി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പലവട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ വീർത്ത് ഉണ്ട പോലെ ഇരിക്കും. അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടിട്ടുള്ള ചീരയ്ക്കും അതിനും ഇതിനൊന്നും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിനോ അതെ, അപ്പൊ മഴ പെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാഞ്ഞത്.
ഒന്ന് കിളിച്ചിട്ടില്ല. ഇപ്പൊ എത്ര ദിവസമായി? ഏകദേശം ഒരു 4-5 ദിവസത്തിൽ കൂടുതലായില്ലേ നമ്മള്. പക്ഷെ ഇതുവരെ വന്നില്ല. ഞങ്ങളിങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കുവാണ്. അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങിപ്പിച്ചായിരുന്നു അല്ലേ. നല്ല വിത്തായിരുന്നു. ഇതെന്താവൂന്ന് ഞങ്ങക്ക് അറിയത്തില്ല. അതെ, ഏവക്കൂട്ടൻ അതിന്റെ അടുത്തോട്ട് പോകണം. പൊന്നാ ദൂരം മാറിയിരി. പൊന്നാ ഇച്ചിരി ദൂരെ ഇരി. ഈ ഒരു മരം കണ്ടോ? ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ പൂക്കളൊക്കെ ആകുമ്പോഴാണ്. വിരിഞ്ഞിട്ടില്ല, മുട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഭംഗിയാണ്. ഇത് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് കാണണം, അടിപൊളിയായിരിക്കും. നിറയെ പൂത്തിങ്ങനെ നിൽക്കും, കൊലയായിട്ട് ഇങ്ങനെ നിൽക്കും. എന്തേ ഇവിടെയാണ് നമ്മൾ ചീര നട്ട് വെച്ചേക്കുന്നത്. ഇട്ട് മൂടി വെച്ചേക്കാണ്. അന്ന് ഇട്ട് മൂടി വെച്ച പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തുറക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് മൂടി വെക്കും. അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതുവരെയും കിളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ മഴയുണ്ട്. ഇതാ കണ്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതെ ഇതെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു. വലിയ കാര്യമായിട്ട് ഗ്രോത്തും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ വാടി പോയിട്ടുമില്ല. പമ്പരമുണ്ട്. എപ്പോൾ വന്നാലും പമ്പരം കാണിക്കും. പിന്നെ അതാ കുക്കുംബറും അങ്ങനെ തന്നെ നിൽക്കുവാണ്. പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നിനുമില്ല. അതെ, അവിടുന്ന് വെള്ളം വരുന്നത് കണ്ടോ. മഴ പെയ്യുമ്പോൾ ആ പാത്തിന്ന് വരുന്ന വെള്ളമാണ് പോകുന്നത്. അപ്പം ബാ ഏവക്കൂട്ടം നനയാതിഞ്ഞ് പോരും. തണുക്കും. ഫോണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നല്ല ചൂടാണോ? ഏവക്കൂട്ടനതാ അപ്പൊ ഇതിലിങ്ങനെ പൊഴിച്ചിട്ട് കൊടുക്കാം. ചൂടും കൂടിയാ അവർക്ക് കടിച്ചു പിന്നെ ഭയങ്കര പാടായിരിക്കും. മതിയോ? തിന്നട്ടെ. നല്ല ചൂടുണ്ട്. അപ്പൊ ഹേവക്കൂട്ടന്റെ കോണ് റെഡിയായി കഴിച്ചോണ്ടിരിക്കുവാണേ. എങ്ങനുണ്ട് പൊന്ന? എങ്ങനുണ്ട്? സൂപ്പറാ. എങ്ങനുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ആണ്. ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ എടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്ക് ഞാൻ കഴിക്ക്. ഏവക്കൂട്ടിന് കോണ് കൊടുത്ത് പറ്റിക്കും. നമുക്ക് എന്നിട്ട് ചിക്കനും ചിക്കനൊന്നും ആയോ നോക്കിയേ. നെയ്യ് അങ്ങോട്ട് വീഴുമ്പോ ഉണ്ടല്ലോ, തീ ഇങ്ങോട്ട്. ആ സമയത്ത് നല്ല അത് അന്നേരം ആ ഒരു മണം വരുന്നേ. മണം. അപ്പോ എന്താടി ഒരു വരുത്തിച്ചിരിയൊക്കെ. ഇത് തിരിച്ചിട്ടോ? പാത്തി തിരിച്ചിട്ടോ അല്ലെങ്കിൽ കരി? രണ്ടാമത്തെ ആണോ? ആദ്യത്തെ ഇവിടെ റെഡി ആയി ഇരിപ്പുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആവുന്നു, പെട്ടെന്നാവുന്നു. നല്ല പെട്ടെന്ന് അങ്ങ് ചൂടാവും ഇതേ. കാരണം അയണല്ലേ ഇത്, ഈ സാധനം. ഭയങ്കര പെട്ടെന്നാണ് ചൂടാവുന്നത്. പിന്നെ ചിക്കനും വേഗം വേഗം ചെയ്യും. കഴിക്കാനായിട്ട് വയ്യ. നല്ല മണം വരുന്നുണ്ട്. വിശക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് വിട്ട് ഇങ്ങനെ വന്നുണ്ടോ. വാവ് വാവ്, സൂപ്പറായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. കൈ നമ്മളിതിന്റെ മുകളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂട് പോകത്തില്ല. അതെ, കരിയാതെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. വാവ്, നല്ല ജ്യൂസി. അതെ, അടച്ചു വെക്കും. ഇനി നമുക്ക് ബ്രെഡ് ചൂടാക്കാം അല്ലേ. എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ബ്രെഡും കൂടെ ചൂടാക്കി. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ചീസ് ഇല്ല. സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് ചീസ് മറന്നുപോയി. ചീസ് ഇല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം അല്ലേ. അതെ, ഞാൻ കഴിക്കാറില്ല ചീസൊന്നും. വിനോദും ഏവയാണ് ചീസ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ മറന്നുപോയി. ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് വിനോദട്ടും മറന്നും പോയി. അങ്ങനെ ചീസ് വാങ്ങിച്ചില്ല. അപ്പൊ ചീസ് ഇല്ലാത്ത ബർഗറാണ് കഴിക്കാൻ പോകുന്നത്. അതൊരു പ്രശ്നമല്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമല്ല. അതെ, കൈ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളു ഇയാളെ. ഇത് വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതാണ്. അതെ,
ബർഗറും ചിക്കന് ഏറ്റവും ഇഷ്ടമുള്ള മീറ്റ് ചിക്കനാണ് ഏവയ്ക്ക്. വേറെ അങ്ങനൊന്നും കഴിക്കാറില്ല. പോർക്ക് നമ്മള് വാങ്ങിക്കാറില്ല അങ്ങനെ. ഇപ്പൊ കുറെ നാളായി പോർക്ക് വാങ്ങിച്ചിട്ട്. പിന്നെ വല്ലപ്പോഴും ബീഫ് വാങ്ങിക്കും, അത്രേ ഉള്ളൂ. നല്ല ബീഫ് ഇട്ട് ഇവിടെ കിട്ടാറുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ. അതുകൊണ്ട് ബീഫ് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചിക്കനാണ്. ഏവയ്ക്കും ഇഷ്ടം ചിക്കനാണ്, എനിക്കും ഇഷ്ടം ചിക്കനാണ്. ഞാനും ചിക്കനെ കഴിക്കാറുള്ളൂ. വിനോദിന് പിന്നെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും വാങ്ങിക്കും, അത്രേ ഉള്ളൂ. ഉണ്ടോ ഞാൻ സംസാരിക്കുന്ന ആള് പറയുന്നത് ബ്ലാന്ന് പറയുന്നത്, മലയാളം പറയുന്നത്. പൊന്നു ഇങ്ങനെ പറയണം മലയാളം ഇനി കുറെ നാള് കഴിയുമ്പോ, കേട്ടോ? പറയോ? ഇതാണോ മലയാളം? ഇങ്ങനെയാണോ മലയാളം പറയുന്നേ? അവളിപ്പോഴേ കളിയാക്കാൻ തുടങ്ങി. അമ്മച്ചി കളിയാക്കാണോ കൂട്ടാ? ആണോ? എന്തോ പറ്റി? കയ്യിലെന്തോ പറ്റി? എന്തോ അച്ഛന്റെ കൈ പൊള്ളിയെന്ന് തോന്നുന്നു. അച്ഛേ അത് ഇത് എടുത്തിട്ട് പിടിക്കച്ചേ. ഇനിയൊന്നുമില്ല, നിർത്തിയേര്. എല്ലാം കൂടെ കഴിക്കാൻ തോന്നില്ല, സോസേജ് പൊട്ടിക്കണ്ട. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വിശക്കുവാണെന്നുണ്ടെങ്കിലും നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മതിയാവും. എനിക്ക് മതിയാവും എന്തായാലും. നിങ്ങൾക്കോ? ചിത്തിരത്താമര തുമ്പി പാട്. എങ്ങനെ പാടി കുഞ്ഞ്? പറയുമ്പോ പിന്നെ അങ്ങ് ഭയങ്കര നാണമാണേ, പിന്നെ ഭയങ്കര ഗമയാ ഒരു പാട്ട് പാടാൻ പറയുമ്പോ. അടിപൊളി പാട്ട്. ചിത്തിരത്താമര തുമ്പി, ആ പാട്ടാ കുഞ്ഞു പാടിയ കേട്ടോ. കിളിക്കൂട്ടിലേ കിളിക്കൊഞ്ചലേ, അതാ കുഞ്ഞ് അടി കൊഞ്ചലേ കൊഞ്ചലേന്ന് പാടിയേ. നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അകത്ത് പോയി കഴിക്കാം. അപ്പം ചെറുതായിട്ട് തണുക്കുന്നുണ്ട്, അപ്പൊ ഫുഡെല്ലാം പെട്ടെന്ന് തണുത്തും പോവും വെളിയിൽ വെച്ച് കഴിഞ്ഞാല്. അതെ, അപ്പൊ നമുക്ക് അകത്ത് പോയിരുന്നു സ്വസ്ഥമായിട്ട് കഴിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം, അതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പം ആ ഒരു രീതി അനുസരിച്ച് തന്നെ നമുക്ക് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ അകത്ത് കൊണ്ടുപോവാണ്. എന്നും ഞങ്ങൾ കിച്ചണിൽ ഇരുന്നാണ് കഴിക്കുന്നത്, ഇന്ന് ഞങ്ങൾ ഹാളിൽ ഇരുന്ന് കഴിക്കും. അപ്പൊ എല്ലാം വെറൈറ്റി ആവണല്ലോ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹാളിൽ ഇരുന്ന് കഴിക്കും. അപ്പൊ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാം. ആ ഇവിടെ ഇരുന്ന് കഴിക്കാവോ? ഇവിടെ ഇരുന്ന് എങ്ങനെ കഴിക്കും? എല്ലാം തണുത്തു പോകത്തില്ലേ? ഇനി നമുക്ക് അകത്ത് പോവാം, നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. നാളെ ഇതിന് വൃത്തിയാക്കത്തുള്ളൂ. ഇനിയിപ്പോൾ വൃത്തിയാക്കാനൊന്നും സമയമില്ല, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതങ്ങ് അടച്ച് അങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് ഗ്യാസ് എന്തായാലും നമ്മൾ ഓഫാക്കി, ഇതിന്റെ അടപ്പുണ്ട് അതിട്ടിട്ടേ നമ്മൾ വെക്കാറുള്ളൂ, മാറ്റിയാണ് അതും വെക്കുന്നത്. അതെ, അപ്പൊ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോയി നമുക്ക് അകത്ത് പോയി കഴിക്കാം. നമ്മുടെ ഈ ഗ്യാസിന്റെ കുറ്റി വലുതാക്കണം, അതായത് ഈ ഗ്യാസ് ടാങ്ക്. നമ്മള് ഗ്യാസ് കുറ്റീനാണല്ലോ പൊതുവെ പറയുന്നത്. അതെ, ഗ്യാസ് കുറ്റി വലുതാക്കണം. അതായത് നമുക്ക് ഇത് നമ്മുടെ വാനിലേക്ക് ഉപയോഗിക്കേണ്ടി വരും, കുറച്ചും കൂടെ വലുത് വേണം. ഒരു 3 വർഷമായി തോന്നുന്നു അല്ലേ? എപ്പോഴും ഗ്രില്ല് ചെയ്യാത്തോണ്ടാ തീരാത്തത്. അതെ, തീർന്നിട്ടില്ല. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാത്തോണ്ടാണ്. അത് 5 കിലോ കൊണ്ടാ, നമുക്ക് ഇനി 10 കിലോയുടെ വാങ്ങിക്കേണ്ടി വരും. അതെ അതെ, ബാ. ഇത് അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തെള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് നീക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടോ ലോക്ക് ഉണ്ട്, അത് മാറ്റിയിട്ട് അങ്ങോട്ട് നീക്കി വെക്കാം. നമ്മൾ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്, വിന്ററിലും സമ്മറിലും എല്ലാം ഇവിടെ തന്നെ വെക്കും. വിന്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടിയിടും, കാരണം സ്നോ വീഴാറുണ്ട് അകത്ത്, ഇതിനകത്തെല്ലാം വീഴാറുണ്ട്. അതുകൊണ്ട് സമ്മറിൽ നമ്മളിങ്ങനെ വെച്ചേക്കാറേ ഉള്ളൂ, ഇവിടെ തുറന്ന് തന്നെ വെക്കും. അതെ, ജസ്റ്റ് അത് വേണമെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് മഴയത്തിട്ട് കഴിഞ്ഞാൽ കുതിർന്ന് വേണേ കിടക്കും. അപ്പൊ നമുക്ക് അതെ കുതിർന്ന് കിട്ടും. അതെ, നമുക്ക് ബാക്കി ഇവിടെ എല്ലാം ഒതുക്കിയിട്ട് എന്റെ കാർ ഇടുന്ന എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ്. ഭയങ്കര നിർബന്ധമാണ് കാർ ഇടുന്നത്. ഇല്ല, ഇവിടെ ഇരിപ്പില്ല. അപ്പൊ എന്തേ എല്ലാം നമ്മളെടുത്ത് അകത്ത് കൊണ്ടുവന്ന് ടേബിളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏവക്കട്ടെ വിശന്ന്. എവിടെ? ഇതോ? ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ഏവയ്ക്ക് ചിക്കനാണോ? ഓക്കെ, ടൊമാറ്റോ നല്ലതല്ലേ? ഏവയ്ക്ക് ചിക്കൻ മതിയോ? ഓക്കെ, ഓക്കെ തരാം.
ഓക്കെ, ഇത് എവിടെ പേത്തറം എന്ന് പറഞ്ഞാൽ നമ്മള് പാത്രം എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ. എവിടെ പേത്തറം, അമ്മയുടെ പാത്രം, അച്ഛയുടെ പാത്രം എന്നൊക്കെയാ പറയുന്നത്. അവിടുത്തെ ബർഗർ പാറ്റി ആണെന്നുണ്ടെ പ്രത്യേകം മുറിച്ചു കൊടുത്തേക്കുവാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതെ, വിനോദ് ബർഗർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചീസില്ലാത്ത, അതെ, ചീസില്ലാത്ത ബർഗർ. കൊള്ളാവോ പറഞ്ഞ? അപ്പൊ അതെ, ബർഗർ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്, ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പൊ ഇനി നേരെ അറ്റാക്ക്. കഴിച്ചു നോക്കിയോ വിനോദ്? ഒന്ന് കഴിച്ചിട്ട് പറ, നമുക്ക് വൈൻഡപ്പ് പറഞ്ഞിട്ട് കഴിക്കാലോ. അപ്പൊ കഴിച്ചു നോക്കിട്ട് പറയും. ആ, കഴിച്ചോളൂ. കൊള്ളാവോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സംടൈംസ് നമ്മൾ ഇങ്ങനെയും കഴിക്കണം. കുറവുകൾ വെച്ച് കഴിച്ചു നോക്കണം, അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. ചില്ലി മസ്റ്റാണ്. എന്തുണ്ടെങ്കിലും, ചോറാണേലും കറിയാണേലും ബർഗർ ആണേലും ചില്ലി പറഞ്ഞാൽ കടിച്ചില്ലെന്നോണ്ട് ഒരു സമാധാനം കിട്ടത്തില്ല. ഉപ്പിലിട്ട മുളക്, അതെ, മുളക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും ഞങ്ങൾ ഇതായിപ്പോ കഴിക്കുന്നത്. അതെ, എല്ലാം അൺഹെൽത്തി തന്നെയാണ് എന്തായാലും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം ഇതാണ് ഉപ്പിലിട്ട മുളക്. അതെ, ഇച്ചിരി എരിവുള്ളതും കൂടിയാണ്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറാണോ? അഭിപ്രായം പറയാൻ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അതിന് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളെല്ലാരും കഴിക്കട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ചിക്കനൊക്കെ ഇനി വെയിറ്റ് ചെയ്യുകയാണ്, അതൊക്കെ കഴിച്ചു വരുമ്പോ ഒത്തിരി നേരം എടുക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് പതിയെ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കണം. അത് കഴിയുമ്പോ സൗണ്ടിൽ പോകണം എന്നൊക്കെ വിനോദ് പറയുന്നു. ബേബക്കുട്ടിനെ ഉറക്കണമായിരിക്കും, നാളെ ഡേ കെയറിലൊക്കെ പോകേണ്ടതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞു വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.